സെക്രട്ടേറിയറ്റിന് മുന്നിൽ WCPO റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരക്കാർ ഇന്ന് ഒരു പ്രത്യേക സമര മാർഗമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കൈകാലുകൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് തലയിൽ പാളത്തൊപ്പി വെച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവർ ഇന്നേ ദിവസം സമരം തുടരുന്നത്. ഏതാണ്ട് ഏപ്രിൽ 19 വരെ മാത്രമാണ് ഇവരുടെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുള്ളൂ. ഇനി ഏതാണ്ട് 17 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് തങ്ങളുടെ നിയമനം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ സമരം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുരോഗമിക്കുന്നത്. 30% താഴെ മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് നിയമനം നടത്തിയിട്ടുള്ളൂ എന്നാണ് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാക്കി ആഗ്രഹിച്ച് മോഹിച്ച് പരീക്ഷ എഴുതി ഫിസിക്കൽ ടെസ്റ്റ് അടക്കം പൂർത്തിയാക്കിയ യുവതികൾ പെൺകുട്ടികൾ സമരം ചെയ്യുന്നത് ശ്രദ്ധിക്കാൻ കണ്ണു തുറന്ന് കാണാൻ സർക്കാർ തയ്യാറാകും എന്ന പ്രതീക്ഷയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. സമരത്തിന്റെ 6 ദിവസവും വിവിധങ്ങളായ സമരമാർഗങ്ങളായിരുന്നു അവർ സ്വീകരിച്ചത്. ഇന്നലെ കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ടുള്ള സമരം ഉണ്ടായിരുന്നു. അതിനു മുൻപ് കണ്ണുകെട്ടി മുട്ടിൽ നിന്നുകൊണ്ടുള്ള സമരമടക്കം വിവിധ സമരമാർഗങ്ങൾ ഇവർ സ്വീകരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. ഇന്നിപ്പോ 6ാം ദിവസം പ്രത്യേക ഒരു സമരമാർഗത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു സമരമാർഗം ഇപ്പോൾ സ്വീകരിക്കുന്നത്? ഇത് ഇനി 12 ദിവസമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. ഞങ്ങളുടെ ഫയലുകളൊന്നും പാസ്സാക്കുന്നില്ല, ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കുന്നില്ല. ആഭ്യന്തരമന്ത്രി CM വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളാകെ ബന്ധിപ്പിക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. കാക്കി തൊപ്പി കൊതിച്ച് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത് പ്ലാവിലെ തൊപ്പിയാണ്. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഈ ഒരു സമരമുറ സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും കാക്കിത്തൊപ്പി ധരിച്ചുകൊണ്ടുള്ള സമരത്തിന്റെ കാക്കിത്തൊപ്പി ധരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളുകൾ പ്ലാവിലെ തൊപ്പി ധരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഒരു ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സമരമാർഗത്തിലേക്ക് എത്തുന്നതിന്റെ കാരണം എന്താ? നമ്മളെ ഇത്രയും കാലം 5-6 ദിവസം നമ്മൾ സമരത്തിന് ഇന്ന് വരെ നമ്മൾ ആരും സമീപിച്ചിട്ടുമില്ല, നമുക്ക് വേണ്ടി ആരും സംസാരിച്ചിട്ടില്ല. അതിൽ ഒരുപാട് വിഷമമുണ്ട്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി അവർ കണ്ണു തുറക്കുന്നു, ഞങ്ങൾ ആഗ്രഹിച്ച വേക്കൻസി അവർ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഇനി റാങ്ക് ലിസ്റ്റിന് 17 ദിവസം കൂടിയാണ് കാലാവധിയുള്ളൂ. അതിനുള്ളിൽ നിയമനം ലഭിച്ചില്ലെങ്കിൽ പരീക്ഷ എഴുതി ഫിസിക്കൽ ടെസ്റ്റ് അടക്കം പാസ്സായി ജോലി കാത്തിരിക്കുന്ന ഈ യുവതികളുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടമാകും. അതിനുള്ളിൽ ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. സമരം 6ാം ദിവസവും തുടരുകയാണ്. അനോഷിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.